God cannot give us a happiness and peace apart from Himself because it is not there. There is no such thing. ദൈവമില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും നമുക്ക് നൽകാൻ ദൈവത്തിന് കഴിയില്ല. കാരണം അതവിടെ ഇല്ല. അങ്ങനെയൊന്ന് ഇല്ല. C.S. ലൂയിസിൻ്റെ ഒരു വാചകമാണിത്. ഇന്ന് പലർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണം. പക്ഷെ ദൈവത്തെ ആവശ്യമില്ല. താറുമാറായതും താളം തെറ്റിയതുമായ ഒരു ജീവിതത്തിന് പ്രാഥമികമായി ആവശ്യമായിരിക്കുന്നത് ഒരു യഥാസ്ഥാനമാണ്. ആ യഥാസ്ഥാനം നടക്കുന്നത് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതിന് നാം അനുവദിച്ചു കൊടുക്കുമ്പോഴാണ്. നമ്മുടെ അനുവാദം എന്നത് നമ്മുടെ സമർപ്പണവും വിനയവും ദൈവാശ്രയവും അനുസരണവുമാണ്. അങ്ങനെ ഒരു വ്യക്തി യഥാസ്ഥാനപ്പെടൽ എന്ന പ്രക്രിയയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുവിനെ കർത്താവും സ്വന്തം രക്ഷകനുമായി അംഗീകരിക്കുകയാണ്. അങ്ങനെ യേശു കർത്താവ് സ്വന്തമായി തീരുമ്പോൾ അതോടൊപ്പം കിട്ടുന്നതത്രേ സന്തോഷവും സമാധാനവും എന്നത്. യേശു കർത്താവ് പറഞ്ഞതത്രേ, എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശു അനുഭവിച്ച സന്തോഷവും സമാധാനവുമാണ് അവിടുന്ന് തൻ്റെ മക്കളായ നമുക്കും തന്നിരിക്കുന്നത്. അല്ലാതെ ഒരു ബാഹ്യമായ സന്തോഷവും സമാധാനവുമല്ല നമുക്ക് തന്നിരിക്കുന്നത്. യേശു കർത്താവിനെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമോ അത്രമാത്രം അവിടുത്തെ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിപ്പാൻ കഴിയും. തിരുവചനം പറയുന്നത്, യാഹിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു. യേശു കർത്താവുമായുള്ള ഓരോ ദിവസത്തെയും വ്യക്തിപരമായ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുമ്പോൾ എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഊഷ്മളത നാം അനുഭവിച്ചു കൊണ്ടിരിക്കും. ഇന്നാർക്കെങ്കിലും ഒരിക്കൽ ലഭിച്ചതായ സന്തോഷവും സമാധാനവും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് ഒരു മടങ്ങിവരവിനായി സമർപ്പിക്കുക. നാം ആരും ദുഃഖിച്ചും വിഷാദിച്ചും വ്യാകുലപ്പെട്ടും ഇരിക്കേണ്ടവരല്ല. കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിതം ആനന്ദിക്കേണ്ടിയവരാണ്. ഹാവ് എ പ്ലസന്റ് ഡേ.